കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഏലക്കാടിനുള്ളിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റിസോർട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു റിസോർട്ടിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രിപ്പ് ട്രാവൽ ഫുഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നൈറ്റ് ഏകദേശം ഒരു 9 കൂടി നമ്മളവിടെ എത്തി. അപ്പോൾ ആ ചെന്ന ടൈമിൽ അടിപൊളി ഒരു വൈബായിരുന്നു. നല്ല തണുപ്പും കോടമഞ്ഞും കാറ്റും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. നമ്മളാരും കാണാത്ത നോർത്ത് മൂന്നാറിലെ ശാന്തൻപാറയും ചതുരംഗപ്പാറയുടെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു റിസോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. മൂന്നാറിൻ്റെ മറ്റൊരു മുഖമാണ് ഇവിടെ. ഏലക്കാടുകളും മൂടമഞ്ഞുകളും അരുവികളും ഒക്കെയുള്ള മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്നാറിൻ്റെ ഒരു വേർഷൻ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടുന്നത്. ഇവിടെ മെയിനായിട്ട് 2 ഡുപ്ലെക്സ് കാറ്റഗറിയിലുള്ള ഒരു റൂമുകളും പിന്നെ സിംഗിളായിട്ടുള്ള 2 റൂമുകളുമാണ് ഉള്ളത്. അപ്പോൾ ബിഗ് ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഡുപ്ലെക്സ് റൂം വളരെ ഉപകാരപ്പെടും. ഏകദേശം നമുക്കൊരു 6 പേർക്ക് 8 പേർക്ക് വരെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റിയാണ്. ഞങ്ങൾ താമസിച്ചത് ഡുപ്ലെക്സ് കാറ്റഗറിയിലുള്ള ഒരു റൂമിലാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം. അപ്പം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നല്ലൊരു ബെഡും ഒരു വാർഡ്രോബും ചെറിയൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും താഴത്തുള്ള ഏലക്കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബിഗ്ഗർ ഫാമിലീസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഡുപ്ലെക്സ് കാറ്റഗറി എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിൻ്റെ നടുക്ക് ഇത് മാത്രമായിട്ടൊരു പ്രോപ്പർട്ടി ഇങ്ങനെ ലൈറ്റിലേക്ക് നിൽക്കുന്ന രാത്രിയുള്ള വ്യൂ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ടൈം ഇപ്പോൾ ഏകദേശം 10 മണിയോട് അടുത്തിട്ടുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് ഡ്രസ്സൊക്കെ മാറി സെറ്റിലായി. ഇനി നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി തണുപ്പത്ത് ഈ ബാർബിക്യൂ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കഴിക്കാം. അടിപൊളി വൈബാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ ബാർബിക്യൂ ഒക്കെ ഓപ്റ്റ് ചെയ്യാം. നിസ്സാര പ്രൈസ് കൊടുത്താൽ മതി, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടൊക്കെ വരാം. യു എൻജോയ്. നമ്മൾ ബാർബിക്യൂ ചെയ്യുന്ന ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനോട് കൂടി നമുക്ക് മൈക്കും നല്ല സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിടുക്കൻ ഒരു സ്പോട്ടും നല്ല തണുപ്പത്ത് നല്ല ചില്ലാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു അത്. ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണരിയാണ്ടിരിക്കാനായിട്ട് ഇതുപോലെയുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ വെച്ചാൽ വളരെ നല്ലതായിരിക്കും അല്ലേ? രാത്രി ഏകദേശം ഒരു 1 മണിയോട് കൂടി നമ്മളെല്ലാവരും ഉറങ്ങി. നേരം വെളുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു വൈബാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് നമ്മുടെ ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. കുറച്ചും കൂടി നേരത്തെ എണീക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു താഴ്വാരവും വാലിയൊക്കെ കാണാം. ടൈം ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. രാവിലെയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ലുക്കായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ആ ഒരു റൂം. അപ്പോൾ രാവിലെയുള്ള മോർണിംഗ് വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡുപ്ലെക്സ് റൂം. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിക്കുന്നത് നമ്മുടെ റൂമിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ടേബിളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെയുള്ള അപ്പവും കടലക്കറിയൊക്കെയുള്ള പുട്ടും ഒക്കെയുള്ള നാടൻ ഫുഡാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് അവിടെ നിന്നും ഏകദേശം ഒരു കുറച്ച് മാറിയിട്ടുള്ള ഒരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഏലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നമ്മുടെ ഈ ഒരു ഏല റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനോട് അടുത്ത് ഈ ഒരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3 കിലോമീറ്റർ അവിടെ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണം. അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ഫുള്ള് ഫോറസ്റ്റ് വൈബ്.
ഏല റിസോർട്ടിൽ വരുന്ന നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഒരു പ്രൈവറ്റ് ഹോമിനോട് ചേർന്നിട്ടുള്ള ഒരു വാട്ടർഫോൾസ്. ഒരാൾക്ക് ഏകദേശം 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നല്ല അധികം താഴ്ചയൊന്നും ഇല്ലാത്ത നല്ല പ്യൂറായിട്ടുള്ള തണുത്ത വെള്ളം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരികെ നമ്മുടെ റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മറ്റുള്ള റൂമുകളുടെ വ്യൂ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് കാണാം. മറ്റുള്ള റിസോർട്ടുകളിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എല്ലാ റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ബിഗ്ഗർ ഫാമിലീസൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടോയ്ലറ്റ് ആണെങ്കിലും ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഇവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മുടെ അവിടുത്തെ കെയർടേക്കറായിട്ടുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും ഏല റിസോർട്ട് നമുക്ക് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിസ്സാര പ്രൈസേ ഉള്ളൂ എല്ലാ ഓപ്ഷൻസിനും. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലകത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ടുള്ള സ്റ്റേക്ക് ശേഷം നമ്മൾ ഏല റിസോർട്ടിൽ നിന്നും യാത്ര പറയുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ? സൂപ്പറല്ലേ? അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റൂംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാം. പക്ഷേ അടിപൊളി ഒരു സ്റ്റേക്കേഷനാണ്, നല്ലൊരു അടിപൊളി ഒരു വൈബായിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.